നമ്മുടെ NC റോഡ് SYSഉം SSFഉം സംഘടിപ്പിച്ച മഹാനായ ഖുറത്തുസ്സാദാത്ത് ഖുറാത്തങ്ങളുടെ അനുസ്മരണയുടെ പേരിലുള്ള ഈ മജ്‌ലിസ് മഹത്തുക്കളായ നമ്മുടെ നാട്ടിലെ ഉലമാ പാരമ്പര്യത്തിനെ അനുസ്മരിക്കുന്ന ഈ പവിത്രമേറിയ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലേക്ക് വലിയ നേതൃത്വങ്ങളായിരുന്ന ആ മഹാന്മാരുടെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസിലേക്ക് മദകാതങ്ങളും ഖുറത്തുസ്സാദാത്ത് ഖുറാതങ്ങളുടെ മകനും വരാറുണ്ട്. അപ്പൊ അവർ വരുന്നത് വരെ എന്തെങ്കിലും ചെറിയ അഹ്ലു ബൈത്തിന്റെ മദ്ഹുകൾ മഹത്വങ്ങൾ പറയുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുക. അഹ്ലു ബൈത്തിന് വലിയ മഹത്വം നൽകിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നിസ്കാരത്തിന്റെ തഹിയ്യാത്തിലെ ഞങ്ങളൊക്കെ പറയുന്ന സ്വലാത്ത് പരിപൂർണമാകണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാലേ ആ സ്വലാത്ത് പരിപൂർണമാവുകയുള്ളൂ. എവിടെയൊക്കെ ഞങ്ങൾ ഹംദ് പറയുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ സ്വലാത്തും പറയും. എവിടെയൊക്കെ ഹംദ് ഞങ്ങൾ എഴുതാറുണ്ടോ അവിടെയൊക്കെ സ്വലാത്തും കൂടെ എഴുതാറുണ്ട്. അത് നമ്മിലേക്ക് സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ നിഅമത്ത് അത് നമുക്ക് നൽകപ്പെടുന്നത് അല്ലാഹുവിൽ നിന്നാണ്. അതിലാർക്കും സംശയമില്ല. എങ്കിലാ നിഅമത്തുകളെ നമ്മിലേക്ക് എത്താൻ കാരണമായത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന ഖാസിമുൻ വല്ലാഹു മുഅത്തി, ഞാൻ ഓഹരി ചെയ്യുന്നവനാണ്, അല്ലാഹുവാണ് നൽകുന്നത്. നമുക്കൊക്കെ നമ്മുടെ ഏറ്റവും വലിയ നിഅമത്തായി നമുക്ക് പറയാനുള്ളത്, നമ്മയൊക്കെ അല്ലാഹു തആല അവനെ അനുസരിക്കുന്ന മുസ്ലിമീങ്ങളായി പടച്ചു എന്നുള്ളതാണ്. അതിലും ഉപരി അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും ജമാഅത്താകുന്ന സ്വഹാബത്തിനെയും പിന്തുടരുക എന്നൊരു മഹാഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളൊക്കെ. ഈ നിഅമത്ത് നമുക്ക് ലഭ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീനിൽ നിന്നാണെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അത് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥമായി നിഅമത്ത് നമുക്ക് നൽകപ്പെടുന്നത് അല്ലാഹുവിൽ നിന്ന് ആണെങ്കിൽ ആ നിഅമത്തുകളെ നമ്മിലേക്ക് ഓഹരി ചെയ്യുന്ന ആള് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് താക്കീത് നൽകുന്ന പല ആയത്തുകളും വിവരിച്ചതിന്റെ ശേഷം സൂറത്തു തകാസുരിലെ അവസാനത്തെ ഒരു ആയത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു.
ثم لتسألن يومئذ عن النعيم. ആ ദിവസം നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ചോദിക്കപ്പെടും. ഭൗതികമായ നിഅമത്തുകൾ വേറെ നിങ്ങൾ ഇവിടെ അനുഭവിക്കുമ്പോൾ ആത്മീയമായ ധാരാളം അനുഗ്രഹങ്ങൾ നാം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഭൗതികമായ നിഅമത്തിന്റെ ഏറ്റവും സാമ്പിളുകളാണ് നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന അല്ലെങ്കിൽ കണ്ണിൽ നിൽക്കുന്ന വെള്ളം, നമ്മുടെ നാക്കിലെ ഒഴുകുന്ന അല്ലെങ്കിൽ നമ്മുടെ വായയിലെ ഉള്ള വെള്ളം, നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കിടക്കുന്ന വെള്ളം. ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതൊരു മഹാനിഅമത്തായ ഒരു ഭാഗത്തിലുണ്ടാകുമ്പോ നമ്മുടെ ആ ഭാഗങ്ങളിലെ കിടക്കുന്ന വെള്ളം പോലും അല്ലാഹു നമുക്ക് നൽകിയത് നിഅമത്തായിട്ടാണ്. കണ്ണിന്റെ വെള്ളം, അതിന്റെ രുചി ഉപ്പാണ്. ആ വെള്ളം പച്ചവെള്ളമായിരുന്നുവെങ്കിൽ, ഒരു രുചിയുമില്ലാത്ത വെള്ളമായിരുന്നുവെങ്കിൽ ഈ കാണുന്ന കണ്ണ്, ആ കണ്ണിന്റെ അതിന്റെ പാർട്സുകൾ അതങ്ങനെ ഭദ്രമായി കേടാകാതെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കുന്ന വെള്ളം ഉപ്പുവെള്ളമായിരിക്കണം. അതുപോലെ നമ്മുടെ നാക്കിലുള്ള വെള്ളം അതെങ്കാൽ ഉപ്പോ മധുരമോ ആയിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഭക്ഷണത്തിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മധുരമായ ഒരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ വായയിലുള്ള വെള്ളത്തിന്റെ രുചി ഉപ്പായിരുന്നുവെങ്കിൽ ആ മധുരമായ സാധനത്തിന്റെ മധുരം അനുഭവിക്കാൻ വേണ്ടതുപോലെ കഴിയണമെന്നില്ല. അതുപോലെ നമ്മുടെ ചെവിയുടെ വെള്ളം അത് വളരെ കയ്പേറിയ വെള്ളമാണ്. അതിന്റെ വാസനയാണെങ്കിലോ വല്ലാത്ത വാസനയാണ്. അതിന്റെ സംവിധാനം അങ്ങനെ അല്ലാഹു തആല ഇവിടെ വെച്ചത് മനുഷ്യന്റെ ശ്രദ്ധിക്കപ്പെടാതെ തുറന്നു വെക്കുന്ന ദ്വാരമായി നിൽക്കുന്ന ചെവി, ആ ചെവിയുടെ ഉള്ളിലേക്ക് ജന്തുക്കൾ കയറിയാൽ ആ ജന്തുക്കൾ ചിലപ്പോൾ അവിടെയുള്ള വെള്ളം മധുരമോ അല്ലെങ്കിൽ ആ വെള്ളം അവിടെയുള്ള വെള്ളം പച്ചവെള്ളമായിരുന്നുവെങ്കിൽ അവിടെ തന്നെ കുടികെട്ടി ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. കയ്പ് വെള്ളമായതുകൊണ്ട് ആ ജന്തുക്കൾ കയറി അതിന്റെ രസം അനുഭവിച്ചപ്പോൾ അപ്പൊ തന്നെ ചാവുകയാണ്. അല്ലെങ്കിൽ അതിന്റെ മനം സഹിക്കാൻ കഴിയാതെ ആ ജന്തുക്കളൊക്കെ ചത്തുപോവുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ണ്, നമ്മുടെ വായ, നമ്മുടെ ചെവി, ഇതിന്റെ വെള്ളങ്ങളിൽ പോലും അല്ലാഹു തആല നമുക്ക് വലിയ നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം മഹാനായ ഇസ്മായിൽ ഹഖിൽ ബറൂസവി റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഭൗതികമായ നിഅമത്തിന്റെ ചെറിയ ഭാഗങ്ങളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ആത്മീയമായ നിഅമത്ത് ഏതാണ്? ഭൗതികമായ നിഅമത്ത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. അതിവിടെ ആരും മരിച്ചു കൊണ്ടുപോയവർ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ല. എല്ലാവരും പോകുമ്പോൾ അവരുടെ കൈകളൊക്കെ ഖാലിയായി, അവരുടെ കൈകളൊക്കെ ശരിക്കും മുഷ്ടിയായി പിടിക്കാൻ പോലും കഴിവില്ലാതെയാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് മരിച്ചാൽ മനുഷ്യന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഭൗതികമായ നിഅമത്തുകൾക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസുകൾ ഇവിടെയുണ്ട്. അതേ സമയത്ത് ആത്മീയമായ നിഅമത്ത്, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ നമ്മോട് അതിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓ മനുഷ്യരെ,
നിങ്ങളോട് അന്നഈമിനെ കുറിച്ച് ചോദിക്കപ്പെടും. ഏതാണ് അന്നഈം? മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് തഫ്സീരിൽ പറഞ്ഞത് കാണാം. ആ അന്നഈം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹു തആല ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ നിഅമത്തായി മനുഷ്യരിലേക്ക് കനിഞ്ഞേകിയ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്യുന്നത്. ആ നബി തങ്ങളെ കുറിച്ച് എങ്ങനെ ചോദിക്കപ്പെടും? ആ നബിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരങ്ങളൊക്കെ കിട്ടിയതിന്റെ ശേഷം ആ നബി തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ആ നബി തങ്ങൾ ഏറ്റവും ത്യാഗങ്ങൾ ചെയ്ത് നമ്മിലേക്ക് ദീൻ എത്തിച്ചതിന്റെ ശേഷം നമ്മോട് ഇങ്ങോട്ടൊരു ശമ്പളവും ചോദിക്കാതെ, ഇങ്ങോട്ടതിന്റെ പേരിൽ ഒരു പേയ്മെന്റും ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ ഇതിന്റെ പേരിൽ ഒരു ശമ്പളം നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇല്ലൽ മബദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തിനോടുള്ള സ്നേഹമല്ലാതെ നിങ്ങളോട് പ്രതിഫലമായി എന്റെ ഈ വലിയ ത്യാഗങ്ങൾക്ക് മുമ്പ് ഒന്നും ചോദിക്കാനില്ല. പരിശുദ്ധമായ ഖുർആനാണ് നമ്മോട് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്ത്, അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള മുഅ്മിനീങ്ങൾക്കാണ്. പ്രത്യേകിച്ചും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കാണ്. കാരണം ഇന്നലെ രാത്രി കഴിഞ്ഞു പോയപ്പോൾ പല മഹല്ലുകളുടെയും മിനാരകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ച പേരുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. അവിടത്തെ പേരിലുള്ള സ്വലാത്തുകളാണ്. ആ നബി തങ്ങളെ ദിവസവും ഇവിടെ ഓർക്കുന്നതും ആ നബി തങ്ങളാകുന്ന നിഅമത്ത് കിട്ടാൻ കാരണമായ ആളോട് അതേ നമ്മുടെ പല അപേക്ഷകളും പറയുന്നത് സുന്നികളായ മുഅ്മിനീങ്ങളാണ്. ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് മുഅ്മിനീങ്ങളെ. നബിതങ്ങളുമായി അടുക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു നമുക്ക് ഒരുക്കി തന്നു. അതിനുള്ള വിശ്വാസം നമ്മുടെ ഖൽബിൽ അല്ലാഹു ഇട്ടു തന്നു. ഇത് ചില ആളുകൾക്ക് കിട്ടണമെന്നില്ല. നബിതങ്ങളാകുന്ന ആ നിഅമത്തിന്റെ പേരിൽ ഞങ്ങൾ എത്രയാണ് അല്ലാഹുവിനിക്ക് ശുക്ർ പറയുന്നത്. ആ നബിതങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇവിടെയുള്ള സുന്നികളായ ആളുകൾ എത്ര സ്വലാത്തുകളാണ് ദിനേനെ പറയുന്നത്. ഒന്ന് രണ്ടാണോ? ഒരു നാട്ടിലെ 100 കണക്കിൽ മഹല്ലുകളുണ്ടെങ്കിൽ ആ 100 ഒരു മഹല്ലിലെ 100 കണക്കിൽ വീടുകളുണ്ടെങ്കിൽ ഓരോ വീട്ടിലും എല്ലാ ദിവസവും ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് പോകാറില്ലേ? ആ സ്വലാത്തിന്റെ തത്മീം പഠിപ്പിച്ചു തരുമ്പോ മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദുർറുൽ മൻദൂദ് എന്ന ഗ്രന്ഥത്തിൽ നമ്മോട് പഠിപ്പിക്കുന്നു, നബിതങ്ങളെ മേൽ സ്വലാത്ത് പറയുന്നവരാൾ സയ്യിദ് എന്ന് കൂട്ടിപ്പറയലാണ് സുന്നത്ത്. ഏത് സ്വലാത്തിന്റെ മുമ്പിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയലാണ് വേണ്ടത്. സയ്യിദ് എന്ന് കൂട്ടണമെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സയ്യിദിന്റെ അർത്ഥം എന്താണ് മുഅ്മിനീങ്ങളെ? ഒരു മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും എല്ലാ വേദനകളിലും അതേ ഇടപെടുന്ന ആളാണ്. ആ
ആ മനുഷ്യരെ സഹായിക്കുന്ന ആളാണ്. ഈ ലോകത്ത് മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചതുപോലെ ഏതെങ്കിലും മറ്റൊരു മുഅ്മിന് സഹായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യർ സഹായിച്ചിട്ടുണ്ടോ? നമ്മുടെ ദുന്യവിയായ പ്രശ്നങ്ങൾ തീർക്കലോട് കൂടെ നമ്മുടെ ഉഖ്റവിയായ പ്രശ്നങ്ങൾ തീർക്കാൻ ഏറ്റവും അർഹപ്പെട്ട നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പറയുന്ന സ്വലാത്തുകൾ പിന്നെയും അക്മലാകണമെങ്കിൽ, പിന്നെയും പരിപൂർണമാകണമെങ്കിൽ മഹാന്മാരൊക്കെ പറഞ്ഞു ആ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് പറയണേ. അതുകൊണ്ടാണ് നമ്മുടെ സ്വലാത്തുകളിലൊക്കെ അതേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അവിടുത്തെ പാരമ്പര്യം ഖിയാമം നാൾ വരുന്നത് വരെ ഏതൊക്കെ സാദാതീങ്ങൾ വരുന്നുണ്ടോ അവരുടെ മേലിലൊക്കെ ഇവിടെ ദുആർക്കാനുള്ള ആളുകൾ അല്ലാഹു തആല പടക്കുകയാണ്. ഇതുപോലെ മഹത്വം കിട്ടിയൊരു ജനത, ഇതുപോലൊരു മഹത്വം കിട്ടിയൊരു കുടുംബം നബി തങ്ങളുടെ കുടുംബമല്ലാതെ മറ്റൊരു കുടുംബമുണ്ടോ? അവരുമായി ബന്ധം നമുക്ക് പുലർത്തണം. എന്തിനാണ്? എല്ലാ മഹാന്മാരും മനുഷ്യന്റെ ഖൽബ് ശുദ്ധിയാക്കുന്ന ബാബ് പറഞ്ഞപ്പോ 5 വിഷയങ്ങൾ പറഞ്ഞു. അതിലേറ്റവും സുലളിതമായി മനുഷ്യന് ചെയ്യാൻ കഴിയുന്നൊരു വിഷയമാണ് അതേ സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം വല്ലാത്ത ബന്ധമായി തീരും. നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുന്ന ബന്ധമായി തീരും. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ബന്ധമായി തീരും. ഓ മുഅ്മിനീങ്ങളെ, ഇടയ്ക്ക് വെച്ച് ഒരു വിഷയം ഞാൻ പറയട്ടെ. സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം അത് മനസ്സിനെ നന്നാക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. സ്വലാഹിയത്തില്ലാത്ത മനുഷ്യന്മാരില്ലേ, നന്മകളില്ലാത്ത മനുഷ്യരില്ലേ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യരില്ലേ, റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോൾ വെറുപ്പ് തോന്നുന്ന മനുഷ്യന്മാരില്ലേ, സാദാത്യങ്ങളെയും തെരിവറഞ്ഞ് നടക്കുന്ന നാക്കുകളുള്ള മനുഷ്യന്മാരില്ലേ, ആയിട്ടുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, പലപ്പോഴും നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും. മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ സ്വന്തമായി പറയുന്നതല്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് വളരെ ആദരവോടെ പറഞ്ഞ വാക്കാണ്. വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ. ഓ സ്വഹാബത്തെ, മുഅ്മിനീങ്ങളെ, സ്വശരീരങ്ങളോട് അക്രമം ചെയ്ത മനുഷ്യന്മാരുണ്ട്. എപ്പോഴാണ് ഒരു മനുഷ്യൻ അക്രമിയായി തീരുക? ഒരു മനുഷ്യൻ കൊല്ലുമ്പോൾ മാത്രമാണോ? കക്കുമ്പോൾ മാത്രമാണോ? ഒരിക്കലുമല്ല. അല്ലാഹു തന്ന നാക്കുകളില്ലേ, അല്ലാഹു തന്ന ഹൃദയമില്ലേ, അല്ലാഹു തന്ന കൈകളില്ലേ, അല്ലാഹു തന്ന കാലുകളില്ലേ, ആ തന്ന കാലുകളെ, ആ കൈകളെയും നാക്കുകളെയും കണ്ണുകളെയും ചെവികളെയും ചിന്തകളെയും അതിൻ്റെതായ വിഷയങ്ങളിലേക്ക് തിരിക്കാതെ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തതിൽ നാക്കുകൾ തിരിക്കുന്നുണ്ടോ? ചെലവഴിക്കുന്നുണ്ടോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കേൾക്കാറുണ്ടോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് ചിന്തിക്കാറുണ്ടോ? അത് നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് അങ്ങോട്ട് ചെയ്യുന്ന അക്രമമാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കട്ടെ.
ഈ അക്രമങ്ങൾ ഒരതിർത്തിയുമില്ലാതെ ചെയ്യുന്നവരില്ലേ? വെറുതെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ? ഉലമായിനെ കുറ്റം പറയുന്നവരില്ലേ? സാദാത്തിനെ കുറ്റം പറയുന്നവരില്ലേ? ഓ മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഉലമാ അവർക്ക് എന്തെങ്കിലും ചെയ്തോ? ഈ സാദാത്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്തോ? ഒരിക്കലുമില്ല. പണ്ട് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ മണ്ണിലേക്ക് പോയപ്പോൾ മൈലുകളോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ത്വായിഫിലെ ചില മനുഷ്യന്മാർ, ചില പോക്രികൾ കല്ലെറിഞ്ഞ് ഓടിച്ചില്ലേ? ഓ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഉലമായിന്റെയും സാദാത്തിന്റെ ഭാഗത്തിൽ നിന്ന് അവർക്കൊന്നും സംഭവിക്കാതെ തന്നെ ഉലമായിനെ ചീത്ത പറയുന്നു, സാദാത്യങ്ങളെ കുറിച്ച് ചെറുതായി കാണുന്നു. ഓ മുഅ്മിനീങ്ങളെ, അവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾ മുറിക്കലാണ് നല്ലത്. കാരണം പലപ്പോഴും നമുക്കത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. എവിടെയാണത് ബാധിക്കുക? എവിടെയാണത് ബാധിക്കുക? ഒരു ബസ്സിന്റെ ടയർ പോയാൽ അത് ശരിപ്പെടുത്താൻ കഴിയും. ഒരു ബസ്സിന്റെ ഗിയർ ബോക്സ് പോയാൽ ശരിപ്പെടുത്താൻ കഴിയും. ഒരു ബസ്സിന്റെ വേറെന്തെങ്കിലും അതിന്റെ ഔട്ട്ഡോർ ആയിട്ടുള്ള പാർട്സുകൾ എന്തെങ്കിലും അതിന് പറ്റിയാൽ അതിനെ ശരിപ്പെടുത്താൻ കഴിയും. അതേ സമയത്തിൽ ബസ്സിന്റെ എഞ്ചിന് തകരാറ് വന്നാൽ ആ തകരാറ് വലുതായി പോയാൽ പിന്നെ ആ ബസ് ഓടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിനാണത് ബാധിക്കുക, നമ്മുടെ ഖൽബിനാണത് ബാധിക്കുക. പലപ്പോഴും അവർ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സ് പറയും, അവർ പറയുന്നത് ശരിയാണെന്ന് മനസ്സ് പറയും. പറയലോട് കൂടെ നമ്മുടെ കൂടെ അസ്റായീൽ അലൈഹിസ്സലാം ഉണ്ടെങ്കിലോ, ആ സമയത്ത് നമ്മുടെ റൂഹ് പിടിക്കുകയാണെങ്കിലോ, ഓ മുഅ്മിനീങ്ങളെ, അക്കാലം വരെ സംഘടനയിൽ പ്രവർത്തിച്ചതും അക്കാലം വരെ സുന്നിയായി ജീവിച്ചതും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ച റബ്ബ് ആദരിക്കാൻ പറഞ്ഞത്, പടച്ച റബ്ബ് സ്നേഹിക്കാൻ പറഞ്ഞത്, അത് ആദരിച്ചേ പറ്റൂ, സ്നേഹിച്ചേ പറ്റൂ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് ഓ മുഅ്മിനീങ്ങളെ ഇന്ന് അനിവാര്യമാണ്. കാരണം മനസ്സ് പലയിടത്തും ചലിച്ചുകൊണ്ടിരിക്കുന്നു, പലപ്പോഴും കേടാകുന്നു. അതിന് ഏറ്റവും നല്ല മരുന്നായി സർവ മഹാന്മാരും പഠിപ്പിച്ചത് നമ്മുടെ സ്വാലിഹീങ്ങളുമായി നമ്മുടെ കാലത്ത് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്. ആ നിഅമത്തിനെ അതേ പിന്തുടർന്ന് അവരുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച് ജീവിച്ചാൽ അല്ലാഹു നമുക്ക് ആഖിറത്തിൽ വലിയ പ്രതിഫലമായി നമുക്ക് നൽകും കേട്ടോ. എന്താണ് വേണ്ടത്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, 3 കാര്യമാണ് എനിക്കിഷ്ടം. ഹബ്ബിബ ഇലയ്യ സലാസ്, 3 കാര്യമാണ് നബിയെ എനിക്ക് വല്ലാത്ത ഇഷ്ടം. ഓ സിദ്ദീഖേ, ഏതാണ് ആ 3 കാര്യം? മഹാനവറുകൾ പറഞ്ഞു, അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, നിങ്ങളുടെ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലുണ്ടല്ലോ, അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് പിന്നീട് വന്ന സർവ്വ ഇമാമീങ്ങളും തെരഞ്ഞെടുത്തത്.
മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ ഇഷ്ടമാണ് തിരഞ്ഞെടുത്തത്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഇഷ്ടമാണ് പിൻകാലത്തിൽ, ആ ഇഷ്ടത്തിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകിയത്. അതേ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതേ ഈ ഭാഗത്തിലേക്ക് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പോലും നേരിട്ട് കാണാൻ സാധിച്ചിരുന്ന മഹാന്മാരില്ലേ, ഉമറുൽ ഖാദി അടക്കമുള്ള അതേ നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമായിരുന്ന താജുശ്ശരിയ അടക്കമുള്ള വലിയ വലിയ നേതൃത്വങ്ങളില്ലേ, അവരതേ എല്ലാ ദിവസവും റസൂലുള്ളാഹിനെ കാണാറുണ്ട്. ആ കാണലൊന്നും അസംഭവ്യമായ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് യറാനി ഫിൽ യഖ്ളാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവനിക്ക് ഉണർവിൽ കാണാനുള്ള കാലം വരും കേട്ടോ. റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞത്ര മഹാന്മാർ നമ്മുടെ മുമ്പിൽ ജീവിച്ച് മരിച്ചുപോയി. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തട്ടെ, അവരുടെ മദദുകൾ നമുക്ക് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ കാണാൻ കഴിയുമോ? നമ്മുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിൽ വല്ലാത്ത ഒരു വലിയ മര ഞങ്ങൾ സൃഷ്ടിച്ചില്ലേ, സ്ഥാപിച്ചില്ലേ? ഏത് മരയാണത്? തെറ്റുകളുടെ ഗോപുരമാണ്. തെറ്റുകൾ കാണുന്ന ആളുകൾ, തെറ്റുകൾ ചിന്തിക്കുന്ന ആളുകൾ, തെറ്റുകൾ സംസാരിക്കുന്ന ആളുകൾ, ദിനേന അവർ ചെയ്യുന്ന പണി എന്താണ്? അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ആ വല്ലാത്ത ബന്ധത്തിന്റെ ഇടയിൽ വലിയ മരങ്ങൾ സ്ഥാപിക്കുകയാണ്. ആ മരയോട് കൂടെ നബി തങ്ങളെ കാണാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ആ മരകൾ നീങ്ങിക്കിട്ടണം, ആ മരകൾ സമ്പൂർണമായി തുടച്ചു മാറ്റപ്പെടണം. എങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ എല്ലാ ഇബാദത്തുകളിലും നമുക്കുള്ള ആനന്ദങ്ങൾ കുറഞ്ഞുപോയി. നിസ്കാരത്തിൽ അതേ രസം കിട്ടാറില്ല, നിസ്കാരത്തിൽ ടേസ്റ്റ് കിട്ടാറില്ല. പറയുന്ന സ്വലാത്തുകളിലോ അതിലും മാധുര്യം അനുഭവിക്കാറില്ല. അതിന് കാരണമെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, മൻ തറക നദറൻ ഇലൽ ഹറാം ഔറസല്ലാഹു ഫീ ഖൽബിഹി ലദ്ദതൻ ബിൽ ഇബാദാ. ഹറാമിലേക്ക് നോക്കാനുള്ള സാഹചര്യമുണ്ടായി ഒരാൾ പടച്ച റബ്ബിന് വേണ്ടി ആ ഹറാമിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് അവന്റെ ഹൃദയത്തിൽ ഇബാദത്തിനോടുള്ള മാധുര്യം ഇട്ടുകൊടുക്കും കേട്ടോ. നിസ്കാരത്തിൽ മാധുര്യം വേണോ? എടുക്കുന്ന പറയുന്ന സ്വലാത്തുകളിൽ, ദിക്റുകളിൽ മാധുര്യം വേണോ? ഖുർആൻ ഓത്തുകളിൽ മാധുര്യം വേണോ? പിന്നെയും പിന്നെയും നിസ്കരിക്കണമെന്ന് തോന്നണോ? അതേ ബാങ്ക് വിളി കേട്ടപ്പോൾ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് ആഗ്രഹം വരണോ? സ്വലാത്തുകൾ പറയുമ്പോൾ മനസ്സൊന്ന് നിറയണോ? മുഅ്മിനീങ്ങളെ, ഹറാമായ നോട്ടങ്ങൾ കുറക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം രണ്ടാമത്തെ കാര്യം അൽ ജൽസത്തു ബൈന യദൈക യാ റസൂലല്ലാഹ്.
തങ്ങളെ മുമ്പിലിരിക്കലാണ് എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇഷ്ടം. മുഅ്മിനീങ്ങളെ, മദീനയിൽ പോയിരിക്കുന്നതിന് വലിയ മഹത്വമില്ലേ? അവിടെ പോയി മിണ്ടാതിരിക്കലിന് വലിയ മഹത്വമില്ലേ? സ്വലാത്ത് പറഞ്ഞിരിക്കുന്നതിനും വലിയ മഹത്വമില്ലേ? അവിടെ പോയി കാട്ടിക്കൂട്ടലല്ലോ വേണ്ടത്. കിടക്കുന്നതാരാണവിടെ? ഈ ലോകത്തിലെ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മര്യാദയും ആ ബഹുമാനവും ആ സ്നേഹവും നമുക്ക് അവിടുത്തെ കുടുംബത്തോടും വേണം മുഅ്മിനീങ്ങളെ. കാരണം നമുക്ക് നബി തങ്ങളാകെ വൈവാക്കി പോയത് രണ്ട് കാര്യമാണ്. ഒന്നേതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. മറ്റൊന്നേതാണ്? അവിടുത്തെ കുടുംബമാണ്. ആ കുടുംബത്തിനോടുള്ള പെരുമാറ്റവും അങ്ങനെ തന്നെ വേണം. അവരുടെ മഖാമുകളിലേക്ക് പോയാൽ അവിടെ ചിരിക്കലല്ല, ഫോട്ടോ എടുക്കലല്ല, അവിടെ അതേ കളിക്കലല്ല. നമ്മുടെ മനസ്സിൽ നല്ലൊരു ഭക്തി വേണം. കാരണം നാമൊക്കെ പോയതൊന്ന് നന്നായി കിട്ടണമെന്നാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനാണ്, അവിടെ കിടക്കുന്ന മഹാനെ ബഹുമാനിക്കാനാണ്. ആ ബഹുമാനത്തിന് എന്തെങ്കിലും വിധത്തിൽ കോട്ടം വരുത്തുന്നൊരു സംഗതിയും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്തിനെ തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം. ഓ മുഅ്മിനീങ്ങളെ, ഈ ഭാഗത്ത് താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 6 പതിറ്റാണ്ടുകൾ കാലം നേതൃത്വം നൽകിയില്ലേ? അതിന്റെ ശേഷം സയ്യിദുനാ ഖുറത്തു സാദാത്ത് തങ്ങളവരുകൾ ഈ ഭാഗത്തിലേക്ക് നേതൃത്വം നൽകിയില്ലേ? എല്ലാ മുഅ്മിനീങ്ങളുടെ അത്താണിയായിരുന്നില്ലേ അവർ? ഞാൻ ചോദിക്കട്ടെ, അവരിവിടെ ദീനീ സംഭ്രമവുമായി മുന്നോട്ട് വന്നപ്പോൾ അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചവരാണ് ഇവിടത്തെ മുഅ്മിനീങ്ങൾ. ആ ഈമാനിന്റെ ഭാഗം കൊണ്ട് അതേ ഖുറാ തങ്ങളും താജുൽ ഉലമാ തങ്ങളവരുകളും ഇവിടെ നടത്തിയ ഇൽമിയായ മുന്നേറ്റങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെ കൂടെ ഞങ്ങൾ നിന്നു കൊടുത്തു. അത് പാരമ്പര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന പാരമ്പര്യമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതം കഴിഞ്ഞു പോകാനല്ല, കുടുംബത്തിന്റെ ചെലവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നമുക്ക് തന്നുപോയ ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാം ആകുന്ന നിഅമത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഇതിന്റെ മുമ്പ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സുബ്ഹാനല്ലാഹ് 3 വർഷം മരത്തിന്റെ പച്ചയിലകൾ കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ ശഅബ് അബീ ത്വാലിബിൽ വന്നിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ മുഴുവൻ സമ്പത്തും തീർത്തത് ആ കൊല്ലങ്ങളിലാണ്. വവജദക ആയിലൻ ഫഅഗ്നാ, നബിയെ ഒന്നുമില്ലാത്ത കാലത്തിൽ നിന്ന് നബിയെ സമ്പൂർണമായി മുക്തമാക്കി തങ്ങളെ സമ്പന്നന്മാരാക്കിയത് ഞങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് എപ്പോഴാണ് ഇറക്കിയത്? ശഅബ് അബീ ത്വാലിബിൽ സ്വഹാബത്തൊക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടു നബി തങ്ങൾ വല്ലാത്ത സങ്കടം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ള സ്വഹാബത്ത് പച്ചയിലകൾ കഴിച്ച് അവസാനം അതേ കാഷ്ടിക്കാൻ അവിടെ ഒന്നുമില്ല. അവരുടെ വയറ്റിൽ നിന്ന് പുറത്തു വീഴുന്നത് ആടിന്റെ കാഷ്ടം പോലോത്ത കാഷ്ടങ്ങളാ. അത്രമാത്രം ദാരിദ്ര്യം വന്നുപോയി മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ടു.
നബി തങ്ങളുടെ സങ്കടത്തിന്റെ കൂടെയുണ്ടായിരുന്ന മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. കുടുംബക്കാരൊക്കെ വിളിച്ചു, ഓ ഖദീജ, ഇനിയും റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കണോ, മുഹമ്മദിന്റെ കൂടെ നിൽക്കണോ, നമ്മുടെ കൂടെ വന്ന് കൂടെ? എത്ര വലിയ പണക്കാർത്തിയാണ് നീ, നിന്റെ തറവാട് എത്ര വലിയ തറവാടാണ് നീ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങിക്കോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കുടുംബക്കാരുടെ അതേ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി സകല സമ്പത്തുകളും ചെലവഴിച്ചു. ഖദീജ ബീവിയുടെ മരണത്തിന്റെ കാരണം പറയുന്നിടത്ത് കാണാം, ഖദീജ ബീവി മരണപ്പെടാനുള്ള ഒരു കാരണം, രോഗം വരാനുള്ള ഒരു കാരണം, ശുഅബ് അബീ താലിബിലുള്ള ആ പ്രയാസപ്പെട്ട 3 വർഷത്തിന്റെ ജീവിതമാണ്. നിങ്ങളെ പ്രയാസപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നതാണ് ഈ മതം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അവിടുത്തെ ആ മതത്തിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ മതത്തിന്റെ സഹായിക്കുക എന്ന ബാധ്യത തീർക്കുന്ന നിലക്ക് NC റോഡിലുള്ളവരും സുബ്ഹാനല്ലാഹ് ചുറ്റുഭാഗത്തുള്ള ധാരാളം മുഅ്മിനീങ്ങൾ ഉലമാ നടത്തുന്ന സംരംഭങ്ങൾക്ക് സഹായിക്കാറുണ്ട്, സ്ഥാപനങ്ങൾക്ക് സഹായിക്കാറുണ്ട്, സാദാത്യങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സഹായിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന്റെ നേതൃത്വം ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞതാണ്, നബിയേ, തങ്ങൾക്ക് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹാന്മാരുമായി ബന്ധം വെക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ അവരെ കണ്ടുകൊണ്ടിരിക്കലാണ്, ഇടയ്ക്കിടെ അവരെ മജ്‌ലിസിൽ പോയിരിക്കലാണ്, അതേ ഇടയ്ക്കിടെ അവര് നടത്തുന്ന സംരംഭങ്ങളില്ലേ, ദീനീ സംരംഭങ്ങളില്ലേ, അതിനു വേണ്ടി സഹായിക്കലാണ്. പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് നമ്മോട് കൽപ്പിക്കുന്നത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വബശ്ശിറൻ വനദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു. നബിയെ, നിങ്ങളെ സമുദായത്തിലേക്ക് അയച്ചത്, മനുഷ്യരിലേക്ക് അയച്ചത് ഷാഹിദൻ വബശ്ശിറൻ വനദീറാ, അവർക്കൊക്കെ സാക്ഷിയായിട്ടാണ് തങ്ങളെ അയച്ചിട്ടുള്ളത്. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടാണ് അയച്ചിട്ടുള്ളത്. അവർക്ക് വരാൻ പോകുന്ന അദാബുകളെ കുറിച്ച് മുന്നറിയിപ്പ് അറിയിക്കുന്ന ആളായിട്ടാണ് അയച്ചിട്ടുള്ളത്. എന്തിനാണ് നബി തങ്ങൾ മുന്നറിയിപ്പ് അറിയിക്കുന്നത്? എന്തിനാണ് സന്തോഷ വാർത്തകൾ അറിയിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ കൊണ്ട് ഒന്ന് വിശ്വസിക്കാനാണ്, ആ റസൂലുള്ളാഹിനെ സഹായിക്കാനാണ്, ആ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനാണ്. ഇല്ലാത്ത ഇസ്ലാമുണ്ടോ? സഹായങ്ങളില്ലാത്തൊരു ഇസ്ലാമുണ്ടോ? ഒരു കാലത്തുമില്ല മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞില്ലേ, വമൻ യുഖശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് ചിലപ്പോൾ പലതും ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, സഹായിക്കണ്ട എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്‌ലിസിലേക്ക് സയ്യിദുനാ ഖുറത്തു സാദാത്ത് ഖുറ തങ്ങളുടെ മകൻ മഷ്ഹൂർ തങ്ങൾ ഉസ്താദ് അവറുകൾ എത്തി. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സ് ധന്യമായി. മജ്‌ലിസ് അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി തീർക്കട്ടെ. വാക്കുകൾ ചുരുക്കുകയാണ്.
നമ്മുടെ ശരീരം പലപ്പോഴും പറയും അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. നല്ലത് ചെയ്യുന്നിടത്തൊക്കെ ശരീരം ഒരു ബുഖുല് കാണിക്കും. ശരീരത്തിനുണ്ട് ചില ബുഖുല്, ചില ബഖീൽ കാണിക്കും. ശരീരം നിസ്കരിക്കണ്ട, സമയത്തിന് നിസ്കരിക്കണ്ട, അതേ സ്വലാത്ത് പറയേണ്ട ആവശ്യമില്ല, ദിക്ർ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശരീരം മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് പറയും. അതേ എന്തെങ്കിലും കൊടുക്കാനാകുമ്പോഴോ അതേ ശൈത്വാൻ വന്ന് പറയും, ഇന്ന് കൊടുത്താൽ നാളേക്ക് നീ എന്ത് ചെയ്യും, ഇന്ന് കൊടുത്താൽ മറ്റന്നാളിന് നീ എന്ത് ചെയ്യും, നിന്റെ കുടുംബം പട്ടിണിയാകൂലേ, നിന്റെ ബിസിനസ് തകരൂലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരം ബുഖുൽ കാണിക്കാൻ തോന്നിപ്പിക്കും. ആ തോന്നിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിന് നേരിടാൻ പറ്റുന്ന മുഅ്മിനുണ്ടോ? ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് വിജയിച്ചവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. മുഅ്മിനീങ്ങളെ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. സയ്യിദുനാ ഖുറത്തു സാദാത്തു ഖുറാ തങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന മാതൃക എന്താണ്? ഏത് നിലക്ക് പഠിച്ചുവോ അതുപോലെ പ്രവർത്തിച്ചു. ഈ ലോകത്ത് ഏറ്റവും വലിയ കറാമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ സകല മഹാന്മാരും പറഞ്ഞു, അത് ഇസ്തിഖാമത്തുള്ള ജീവിതമാണ്, കൃത്യതയുടെ ജീവിതമാണ്. ജമാഅത്ത് തെറ്റാറില്ല, നരകം ഹറാമായി പോകുമെന്ന സുന്നത്ത് റവാത്തിബ് സുന്നത്തുകളില്ലേ, ആ സുന്നത്തുകൾ തങ്ങൾ ഉസ്താദിനെ തെറ്റാറില്ല. ഒരു മുഅ്മിനിന്റെ ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളം, ആ ഈമാൻ കൂടിയിട്ടുള്ളതിന്റെ അടയാളം ഖുർആൻ ഓതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അതേ മർദിക്കുന്ന സമയത്ത് വരെ മഹാനവറുകളുടെ കയ്യിലുണ്ടായത് പരിശുദ്ധമായ ഖുർആനാണ്. ഈ ലോകത്ത് ഖുർആനിനെ പോലെ മനുഷ്യന്റെ മനസ്സിനെ വെളുപ്പിക്കുന്ന, മനുഷ്യന്റെ മനസ്സിനെ ക്ലിയർ ചെയ്യുന്ന, മനുഷ്യന്റെ സങ്കടങ്ങളെ തീർക്കുന്ന, രോഗങ്ങൾക്ക് ശമനമാകുന്ന മറ്റൊരു ഗ്രന്ഥം അല്ലാഹു പടച്ചിട്ടില്ല. ആ ഖുർആൻ ദിനേനെ അതേ ഓതുന്ന മഹാനാണ്. വർഷമാകുമ്പോൾ നമുക്കും നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് ചിലപ്പോൾ ഒരു ഖത്മാണ്, അല്ലെങ്കിൽ 2 ഖത്മാണ്, അല്ലെങ്കിൽ 3 ഖത്മാണ്. ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പ അവർക്ക് പറയാനുണ്ട് 50 ഖത്മുകൾ, പറയാനുണ്ട് 100 ഖത്മുകൾ. ഓ മുഅ്മിനീങ്ങളെ, മരിക്കുന്നതിന്റെ 1 മാസം മുമ്പ് നിരന്തരമായി സിയാറത്ത് ചെയ്തു. 600ഓളം പ്രധാനപ്പെട്ട സിയാറത്തിന്റെ മഖാമുകളിലേക്ക് പോയി, ഒട്ടനവധി ഭാഗങ്ങളിലേക്ക് പോയി. ഇവിടെ അതേ പ്രസിദ്ധമായി നിൽക്കുന്ന പല മഹാന്മാരുടെ മഖാമുകളിലേക്ക് പോയി. അതേ സിയാറത്തിലായി ചുറ്റിക്കറങ്ങി. അതൊരു ജോലി റൈഡ് ആയിരുന്നില്ല. പോയ മഖാമുകളിലൊക്കെ ഖുർആൻ ഓത്തോടെ ഓത്താൻ, ഓരോ മഖാമിലും ഖത്മുകൾ തീർക്കുന്ന പരിപാടിയാണ്. ഇതുപോലെ സിയാറത്ത് ചെയ്ത് തീർത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാനാണ്. നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ വിട്ടൊരു അതേ വിഷയമില്ല. തന്റെ മുമ്പിൽ ആര് വന്നാലും, ഏത് ഖോജ വന്നാലും സ്വന്തം ഒരു നിലപാടുണ്ടാകും. ശരീഅത്തിന് എതിരായ നിലപാടല്ല. തനിക്ക് ശരിയെന്ന് തോന്നിയതും ശരീഅത്ത് ശരിയെന്ന് പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിന്നും അതേ ധൈര്യത്തോടെ നമ്മുടെ കൂടെ ജീവിച്ച മഹാനാണ്. അവിടുന്ന് ദുആർക്കുന്നത് കാണാറില്ലേ മുഅ്മിനീങ്ങളെ? ദുആർക്കാനിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മടുക്കാറുണ്ട്, ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറുണ്ട്. 1 മണിക്കൂറും 1.5 മണിക്കൂർ ദുആർക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഓ
മുഅ്മിനീങ്ങളെ ഞങ്ങളൊന്ന് ആലോചിക്കണം. ഈ ദുആ ഇർക്കുന്നവർക്ക് വലിയ മഹത്വമല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധമായ ഹദീസുകൾ പഠിപ്പിച്ചത്. ആ 1.5 മണിക്കൂർ ദുആ ഒരു സദസ്സിൽ മാത്രമാണോ? ഒരു ദിവസം 5 പ്രോഗ്രാമുകളിലേക്ക് പോകാനുണ്ടെങ്കിൽ 5 പ്രോഗ്രാമിലും 1 മണിക്കൂറിന്റെ ദുആണ് മുഅ്മിനീങ്ങളെ. ആ ദുആയിൽ മൊത്തം മുഅ്മിനീങ്ങളുടെ സങ്കടം നീങ്ങി കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായ സങ്കടമുണ്ടാകും, ആത്മീയമായ സങ്കടമുണ്ടാകും. സകല സങ്കടങ്ങളും തീർന്നു കിട്ടാൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി 1.5 മണിക്കൂർ ചെലവഴിക്കുന്ന മഹാനാണ് ഓരോ സദസ്സിൽ. ഓ മുഅ്മിനീങ്ങളെ, ചിലപ്പോൾ പണക്കാർക്ക് മഹാനവറുകളെ മനസ്സിലാകണമെന്നില്ല, എന്നെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. ആ മഹാനെ മനസ്സിലാക്കിയ പലരുമുണ്ട്. അവരാരാണെന്ന് ചോദിച്ചാൽ ഈ സമുദായത്തിലെ പാവങ്ങളാണ്, ഈ സമുദായത്തിലെ ഫുഖറാണ്. അതേ, അത്താണിയില്ലാതെ അലഞ്ഞു തിരിയുന്ന ആളുകൾക്ക്, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, പണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്. ഓ മുഅ്മിനീങ്ങളെ, രോഗത്തിന്റെ പ്രശ്നം പറയാൻ, സന്താനങ്ങളില്ല എന്ന് പ്രശ്നം പറയാൻ, വീടുകളില്ല എന്ന് പ്രശ്നം പറയാൻ, ആത്മീയമായ ഉയർച്ചയില്ല എന്ന് പ്രശ്നം പറയാൻ, അവരൊക്കെ മൽജായി കണ്ടത് ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പയാൻ. ഇത് ഇന്നോ ഇന്നലെയോ കിട്ടിയ പാരമ്പര്യമല്ല. അവരുടെ അവസാനത്തെ കണ്ണിയുണ്ട്, അവരുടെ കണ്ണി പോയി തട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് ഏതാണ് ആ സ്ഥലം? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ഒന്ന് എടുത്തു നോക്കൂ. അവിടെയൊക്കെ കാണുന്നത് പാവങ്ങളെ സഹായിച്ചതാണ്, സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ്. സ്വഹാബത്ത് വന്ന് സങ്കടം പറഞ്ഞു, നബിയെ മനസ്സ് ക്ലിയർ ആകാറില്ല, മനസ്സ് ദുഷിച്ചു പോയിട്ടുണ്ട് നബിയെ. സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞ ഉപദേശമാണ്, മോനെ, നാട്ടിലുള്ള യതീമീങ്ങളുടെ തലയൊന്ന് പോയി തടകിക്കോ. ഇംസഹൂ റൂസൽ യതീം വഅത്ഇമുൽ മസാകീൻ. യതീമിന്റെ തല തടകുമ്പോ ആ തലയുടെ മുടികൾ എത്ര തട്ടുന്നുണ്ടോ അത്ര നിനക്ക് മാപ്പുകൾ ലഭിക്കുമെന്നും നിനക്കത്ര ഹസനാത്തുകൾ ലഭിക്കുമെന്നും നിന്റെ മനസ്സ് ശുദ്ധിയാകുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, ആ പാരമ്പര്യം വന്നു അലിയു സൈനുൽ ആബിദീൻ എന്ന മഹാനവറുകൾക്ക് തട്ടുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സാദാത്തിന്റെ പ്രമുഖ കണ്ണിയാണ് അലിയു സൈനുൽ ആബിദീൻ. കർബലയുടെ മണ്ണിൽ പല അഹ്ലു ബൈത്തിന്റെ ചോരകൾ ഒഴുകി പോകുമ്പോൾ അന്ന് ബാക്കിയായി നിന്ന റസൂലുള്ളാഹിന്റെ ചോര ഒലിക്കുന്ന ഒരു ശരീരമേ ഉള്ളൂ, അത് അലിയു സൈനുൽ ആബിദീൻ. രാത്രിയായാൽ ഉറങ്ങാറില്ല, പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിന്ന് നിസ്കരിക്കുന്ന മഹാനാണ്. മഹാനവറുകൾക്ക് അതുകൊണ്ടാണ് പേര് കിട്ടിയത് സൈനുൽ ആബിദീൻ. ഇബാദത്തെടുക്കുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല ഇബാദത്തെടുക്കുന്ന ആളെന്നാണ്. മഹാനവറുകളുടെ മരണം ആസന്നമായി. മരിച്ചു കഴിഞ്ഞപ്പോൾ ജനാസ കുളിപ്പിക്കുമ്പോ അതേ മുതുകിന്റെ ഭാഗത്തിൽ കുറെ കലകൾ കാണുന്നു. കറുത്ത കരകളാണ്. പലരും വിചാരിച്ചു അതേ അലി റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ, അടി കാരണമായിട്ടാണോ മഹാനവറുകൾ മരണപ്പെട്ടത്? ഓ മുഅ്മിനീങ്ങളെ, അന്വേഷണം തുടങ്ങിയപ്പോ മരണപ്പെട്ട് 2 ദിവസം കഴിയുമ്പോ 80ഓളം വീടിന്റെ മിസ്കീന്മാർ കടന്നു വരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ അവർ പറയുന്നൊരു സങ്കടമുണ്ട്, നമുക്ക് പട്ടിണി കിടക്കലാണ് എല്ലാ ദിവസവും. പക്ഷേ ഈ
മഹാനവറുകൾ ഉള്ളത് കൊണ്ട് എല്ലാ രാത്രിയും മധ്യരാത്രിയും മനുഷ്യന്മാരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയം അതേ ഈ മനുഷ്യൻ നമുക്കതേ ഗോതമ്പുകളുടെ സഞ്ചിയുമായി അരികളുടെ സഞ്ചിയുമായി ചുമരിൽ ചുമന്നുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. ആ നാട്ടിലുള്ള 80ഓളം മിസ്കീന്മാരുടെ വീട്ടിലേക്ക് അരിസാധനങ്ങൾ എത്തിച്ച് അവരുടെ പട്ടിണി തീർത്ത മഹാനാണ്. അന്ന് ഫോട്ടോ എടുക്കാൻ ആളുകളില്ല, സ്റ്റാറ്റസ് വെക്കാൻ ആളുകളില്ല. പാവങ്ങളുടെ താണികളായി പ്രവർത്തിച്ചു അഹ്ലു ബൈത്ത്. ഗൗസുൽ ആദമിന്റെ ചരിത്രം എടുത്തു നോക്കൂ, അഹ്മദുൽ കബീർ റിഫായിയുടെ ചരിത്രം എടുത്തു നോക്കൂ, നമ്മുടെ സുൽത്താനുൽ ഹിന്ദിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അവർക്കൊക്കെ പറയാനുള്ള ചരിത്രം ഭീകരവാദത്തിന്റെ ചരിത്രമല്ല, മനുഷ്യനെ ആക്രമിച്ച ചരിത്രമല്ല. ഇന്ത്യയിലേക്ക് വന്നത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ്. അതേ കിടക്കാനൊരു തലയിണയില്ലാതെ ഒരു പടിയും പിടിച്ച് ഇന്ത്യത്തിൽ നാനാഭാഗത്തിലേക്ക് പോയി അവിടെയുള്ള പാവങ്ങൾക്ക് 3 നേരത്തിന്റെ ചോറുണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് മഹാനവറുകൾ ഇവിടെ ആവിഷ്കരിച്ചതും ഉണ്ടാക്കിയതും. ഓ മുഅ്മിനീങ്ങളെ, എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ അശ്അരിയുടെ മാനേജർ ഉസ്താദ് അവറുകൾ വന്നു. അതെ, നമ്മുടെ സഖാബി ഉസ്താദ് അവറുകൾ വന്നു. അല്ലാഹു തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ, ദീനീ ഖിദ്മത്തുകൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രസംഗം നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഇവരെ സ്നേഹിക്കണം എന്നറിയുമോ? ഒറ്റൊരു സംഭവം പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം. ഇവരെ സ്നേഹിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യം ദുനിയാവല്ല, ആഖിറമാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖല്ലിദായിരുന്ന വലിയൊരു മഹാൻ മരണപ്പെട്ടു പോയി. ഇബ്നുൽ ലഖാൻ എന്ന പേരുള്ള മഹാനാണ്. ആ മഹാനവറുകൾ മരണപ്പെട്ട് ഖബറിൽ കിടന്നപ്പോ അതേ ഒരു സംഭവം ഉണ്ടായി. മുൻകറും നക്കീരും വന്ന് ചോദിച്ചു. ചോദിക്കാൻ തുടങ്ങുമ്പോൾ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് എൻട്രായി. ഖബറിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓ മുൻകർ നക്കീറേ, മൻ റബ്ബുക എന്ന ചോദ്യം, വമാ ദീനുക എന്ന ചോദ്യം, വമൻ നബിയുക എന്ന ചോദ്യം എന്റെ ശിഷ്യനായ, എന്റെ അനുയായിയായ, എന്റെ മുഹിബ്ബായ ഇബ്നുൽ ലഖാനിനോട് വേണ്ട. മാറി നിന്നോ, അകന്നു നിന്നോ. ആഖിറത്തിൽ ശഫാഅത്ത് വേണോ, ഖബറിൽ ശഫാഅത്ത് വേണോ? നബിതങ്ങൾ പഠിപ്പിച്ചില്ലേ, ഓരോ ഉമ്മത്തിന്റെയും ഉലമാ, ആ ഉലമാഇന്റെ ശഫാഅത്ത് ആ ഉമ്മത്തിനിക്ക് തന്നെ. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്നേഹങ്ങൾ പാഴാവൂല, നമ്മുടെ സ്നേഹങ്ങൾ വെറുതെയാകൂല. ഈമാനിനെ കക്കാൻ വരുന്നവരുണ്ട്, നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വരുന്നവരുണ്ട്. ഒന്ന് ജാഗ്രതയായാൽ നമുക്ക് ഈ മഹബ്ബത്ത് തുടരാം, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം, അവിടുത്തെ ശഫാഅത്ത് അനുഭവിക്കാം. ഇവിടെ ഞങ്ങൾ ഓർത്ത സകല മഹാന്മാരുടെയും മദദ് പടച്ച റബ്ബേ നമുക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ സാദാത്തുകൾക്ക്, ജീവിച്ചിട്ടുള്ള ഉലമായിന് ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി ആ തണലുകൾ ദീർഘകാലം നമുക്ക് ബാക്കിയാക്കി തന്ന് അവരെ മഹബ്ബത്ത് വെച്ച് ദീനീ ഖിദ്മത്തുകൾ ഇഖ്ലാസോടെ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം, ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഖുറദു സാദാത്ത് ഖുറാ തങ്ങൾ ഉസ്താദിന്റെ വലിയ മകൻ മശൂർ തങ്ങൾ ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കും. ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും.